പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലെ വാക്പോര് നിയമസഭയിലും. കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട പശ്ചാത്തലം മുൻനിർത്തി CPM-ന്റെ ബോംബ് രാഷ്ട്രീയത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭയിൽ വിഷയമുന്നയിച്ചു. ബോംബ് നിർമ്മിക്കുന്ന ക്രിമിനലുകൾ എങ്ങനെ രക്തസാക്ഷികളാകുമെന്ന് ചോദിക്കുന്നതോടൊപ്പം CPM ഗ്രൂപ്പ് പോരിന് വരെ കണ്ണൂരിൽ ബോംബ് ഉപയോഗിക്കുന്നുവെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പാനൂരിൽ ബോംബ് വെച്ചത് RSSകാർക്ക് എതിരെ അല്ലെന്നും സ്റ്റീൽ പാത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പ് CPM പുറത്തിറക്കണമെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. ബോംബ് നിർമ്മാണത്തിന് എന്നു മുതലാണ് സന്നദ്ധ പ്രവർത്തനമെന്ന് പേരിട്ടതെന്നും വി.ഡി. സതീശൻ നിയമസഭയിൽ ചോദിച്ചു. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25 or 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കയ്യും കാലും പോയി സാർ? നിരപരാധികളായ മനുഷ്യർ. ഇവിടെ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്? നിങ്ങളുണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ, ആസാമിൽ നിന്ന് വന്നവർ, പിതാവും മകനും, എത്ര മനുഷ്യരാണ്? എത്ര എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിൻ്റെ മരിച്ചതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണ് എന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ, എത്ര കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ പറയാം. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. സാർ, 85-90 വയസ്സ്, 85-90 വയസ്സിനിടയിലുണ്ട് ഇപ്പോൾ മരിച്ച ആ വയോധികൻ. പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്. കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ, മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്? 2 ക്രിമിനൽ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ, CPM-ന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർ തന്നെ പിന്തുണ കൊടുക്കുന്ന, അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന 2 ക്രിമിനൽ സംഘങ്ങൾ, വേറെ ആരുമല്ല. ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവർ പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിൻ്റെ ഓഫീസിൻ്റെ പുറകിൽ ഈ സാധനം അവരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എവിടെയാണ് സാർ ഇത് നടക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. അപ്പോൾ പിന്നെ ആർക്കെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങളറിയാനാ? ഞങ്ങൾ ഈ പാവങ്ങളെ അറിയാൻ വേണ്ടിയിട്ടോ? വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ വർഷം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊന്നത് പാനൂരിൽ. അതേപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരെ കൊല്ലാൻ? അതായത് ബോംബ് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഓടിയെത്തിയ DYFI-കാരനെ പ്രതിയാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലീസിനെ കുറിച്ച് ആക്ഷേപിച്ചത്. കണ്ണൂർ പോയിട്ട് നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് ആക്ഷേപിച്ചത്. എന്ന് മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന് ഓമന പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ. എങ്ങനെയാ സാർ? എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്! നിരപരാധികളെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന,
ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത്? ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത്? അവരെയാണോ നിങ്ങൾ മാറ്റുന്നത്? ബോംബ് നിർമ്മാണം, വേറൊരാളെ കൊല്ലാൻ ബോംബ് ഉണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നയാൾ പിന്നീട് രക്തസാക്ഷിയായി മാറുകയാണ്. എന്തൊരു ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളല്ലേ സാർ ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ്. അതേസമയം നിരപരാധികൾ ബോംബ് പൊട്ടി മരിക്കുന്നത് കണ്ണൂരിൽ ആവർത്തിക്കുന്നുവെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. ബോംബ് നിർമ്മാണം നടക്കുന്നത് CPMന്റെ നേതൃത്വത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോംബിന്റെ തുടക്കമറിയാൻ ചരിത്രം പരിശോധിച്ചാൽ മതിയെന്ന് തിരിച്ചടിക്കുകയായിരുന്നു. സമാധാന അന്തരീക്ഷമാണ് കണ്ണൂരിലുള്ളതെന്നും എല്ലാത്തിനും രാഷ്ട്രീയം ചാർത്തേണ്ടെന്നും പിണറായി വിജയൻ മറുപടി പറഞ്ഞു. കണ്ണൂരിൽ സംഭവിച്ച ബോംബ് സ്ഫോടനം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് നിയമസഭയിൽ പരാമർശിച്ച മുഖ്യമന്ത്രി പോലീസ് അന്വേഷണം തുടങ്ങിയതായും ശക്തമായ നടപടിയെടുക്കുമെന്നും സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം കർശനമായി തടയുമെന്നും പറഞ്ഞു. ഇവിടെ സാധാരണ നിലയിൽ ഇത്തരമൊരു ബോംബ് നിർമ്മാണത്തിൻ്റേതായ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അത്രയും സമാധാനപരമായ അന്തരീക്ഷം ഇപ്പം നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഉണ്ടായിരിക്കുന്നു. അതിനോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും സർക്കാർ കാണിക്കുന്നില്ല. ഇപ്പോൾ പാനൂരിലുള്ള സംഭവം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കർക്കശമായ നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചതും ഒരു ഹതഭാഗ്യനായ വളരെ പ്രായമുള്ള ഒരാളാണ് ഇവിടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തീർത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ആ സംഭവം ഗൗരവമായി അന്വേഷിക്കും. എവിടുന്നാണ് ഇത്തരമൊരു ബോംബ് അവിടെ എത്തിച്ചേർന്നത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം നടത്തും. പിന്നെ അങ്ങ് പറഞ്ഞ മറ്റേ ഭാഗം ശരിയല്ല. ഈ ഇത്തരം ഒരു പ്രദേശത്ത് സംഭവം ഉണ്ടായാൽ ആളുകൾ ഓടിക്കൂടുമല്ലോ. ആ ഓടിക്കൂടുന്നത് ഈ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാനല്ലല്ലോ. നമ്മുടെ എല്ലാം നാട്ടുപുറങ്ങളിലൊരു സാധാരണ രീതിയല്ലേ ആളുകളെല്ലാം ഓടിക്കൂടുന്നത്. പോലീസും അതേ വേഗതയിൽ തന്നെ അവിടെ എത്തുന്നുണ്ട്, വലിയ താമസമില്ലാതെ തന്നെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന നടപടിയൊന്നും നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ കഴിയുന്നതുമല്ല. കാരണം എല്ലാവരും കൂടി ഓടിയെത്തുകയാണ് ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ. ഏതെങ്കിലും ഒരു കൂട്ടർ വരണമെന്നൊന്നും പറയുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ അന്വേഷണം നടത്തും. എവിടുന്നാണ് ഇതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ മറ്റൊരു കാര്യം, ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇത് പാനൂരിൽ നേരത്തെ ഉണ്ടായി, ഇപ്പോൾ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബോംബിനെ പറ്റിയുള്ള ഗൗരവമായ അന്വേഷണം, ഇതിനെക്കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പലവിധ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇതിനെല്ലാമുള്ള ശ്രമം നടക്കുക. അതിനെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പള്ളിയിൽ നടന്ന ആക്രമണം നമുക്ക് ഓർമ്മയില്ലേ? അതെങ്ങനെയാണ് അയാൾ പഠിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് വന്നില്ലേ, പുറത്തു വന്നില്ലേ? അതാണ് ഇന്നത്തെ കാലം. ഇതിൻ്റെ ഭാഗമായിട്ട് പലരും പലതരത്തിലുള്ള പരിശീലനങ്ങൾ, പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും. ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല.